എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ എനിക്ക് കൈക്ക് നല്ല സുഖമില്ല ഡോറിട്ടൊന്ന് കൈയൊന്ന് അടിച്ചുകൊണ്ട് അസ്ഥിക്ക് നല്ല വേദനയുണ്ട്. അപ്പം ഞാൻ ഉപ്പിട്ടൊന്ന് ചൂട് വയ്ക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണം രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് കൈക്ക് നല്ല സുഖമില്ല, പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തലവേദനയുണ്ട്. അപ്പോൾ പുട്ട് പുഴുങ്ങിയെടുത്ത് പിന്നെ കറി തേങ്ങ ചിരണ്ടാനൊന്നും പറ്റുന്നില്ല, കൈക്ക് നല്ല വേദന. പിന്നെ മോളാണ് എനിക്ക് തേങ്ങയൊക്കെ ചിരണ്ടി തന്നത്. അപ്പോൾ നമുക്ക് പുട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് കറിയാക്കാനും പിന്നെ തേങ്ങ ചിരണ്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മെഴുക്കുവരട്ടി എടുക്കാമെന്ന്. അങ്ങനെ അത് മെഴുക്കുവരട്ടി എടുത്ത് കേട്ടോ. പിന്നെ ഇതേ കട്ടൻ ചായയും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അരിയടപ്പം ഇടാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെള്ളം എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി കഴുകി അടുപ്പത്തിടണം. അപ്പോൾ ഇനി കാപ്പി കുടിച്ചിട്ടില്ല, കാപ്പി കുടിക്കണം. അപ്പോൾ ഇതേ കാപ്പി കുടിക്കാനായിട്ട് പുട്ടും കറിയൊക്കെ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി വെന്ത് കുക്കറിൽ ഒരു വിസിലടിച്ച് വന്നപ്പോഴത്തേക്ക് ഞാനത് കലത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി അതൊന്ന് തിള വന്നു കഴിഞ്ഞിട്ട് അതൊന്ന് അടച്ചിടണം. പിന്നെ ഈ കറിക്ക് ഇന്നൊന്നും കിട്ടിയിട്ടില്ല, മീനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതേ കുറച്ച് പാവയ്ക്ക ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്നും മെഴുക്കുവരട്ടി എടുക്കണം കേട്ടോ. അപ്പോൾ ട്രെയിൻ വരുന്ന സമയം ഇപ്പോഴാണെന്ന് തോന്നുന്നു. ട്രെയിനിൻ്റെ ശബ്ദം ഇങ്ങോട്ട് കിട്ടുവാന്നറിയത്തില്ല, നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ രാവിലെ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പൈപ്പിൽ വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വെള്ളം വന്ന സമയത്ത് ഞാൻ ചെടി നനച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മോൻ്റെ വണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബാറ്ററി മാറി ഇടുന്നതിന് വേണ്ടിയിട്ട് മോനത് കൊണ്ടുപോകാനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയാണ് കേട്ടോ. അപ്പോൾ പുറത്തൊരു ചെത്തി നിൽപ്പുണ്ട്, അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗേറ്റിൻ്റെ വെളിയിലോട്ട് പോയതാണ്. അപ്പോൾ വാടക വീടാണെങ്കിലും നമ്മൾ നിൽക്കുന്ന ചെടികളും പിന്നെ വാഴകളൊക്കെ നമ്മൾ നനച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ കറണ്ട് ബില്ലാവുമെങ്കിലും നമുക്കത് ഉണങ്ങി നിൽക്കുന്ന കാണുമ്പോൾ വലിയ സങ്കടമാണ് കേട്ടോ. അത് കാരണം നമ്മളതൊക്കെ നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടയ്ക്കാനും തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ നോക്കിയിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ കറിക്ക്. അപ്പോൾ പിന്നെ മുട്ട കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കോഴിമുട്ട ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് സവാളയൊക്കെ അരിഞ്ഞ് അതും വേവിച്ചെടുത്തിട്ട് വറുത്തരച്ച് കറിയാക്കി എടുത്തിട്ട് അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുകയാണ്. വൈകിട്ട് കഴിക്കാനായിട്ട് കഞ്ഞിയും പയറാണ് കേട്ടോ, അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.